അശ്ലീല ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകളിൽ ഉപയോക്താവിന്റെ പ്രായം കൃത്യമായി സ്ഥിരീകരിക്കാൻ ആധാർ അധിഷ്ഠിത പരിശോധനാ സംവിധാനം ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞ് സുപ്രീം കോടതി. കുട്ടികളടക്കം ഓൺലൈനിലെ അശ്ലീല ഉള്ളടക്കങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പരിശോധനാ സംവിധാനം കർശനമാക്കണമെന്ന നിർദ്ദേശമുള്ളത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എന്ത് വൃത്തികേടും അപ്ലോഡ് ചെയ്യുന്ന സ്ഥിതി. ആരെയും അധിക്ഷേപിക്കാം, അശ്ലീലം പറയാം, കാണിക്കാം, ആരോടും മറുപടി പറയേണ്ട. ഇത് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ അടിയന്തര നിലപാടും തേടിയിട്ടുണ്ട്. ഇന്ത്യസ് ഗോട്ട് ലാറ്റിൻ യൂട്യൂബ് ഷോയിൽ അംഗപരിമിതരെ പരിഹസിച്ചതിന് സമീർ റെയ്ന അടക്കം 5 കൊമഡിയന്മാർക്കെതിരെ കേസെടുത്തിരുന്നു. എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. അംഗപരിമിതരുടെ ചികിത്സയ്ക്കും ക്ഷേമത്തിനും പണം സ്വരൂപിക്കാൻ മാസത്തിൽ 2 വീതം പരിപാടികൾ നടത്താനും നിർദ്ദേശിച്ചു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ തങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിർബന്ധപൂർവ്വമെന്ന മട്ടിൽ കയറി വരുന്നു. എന്തനുവദിക്കാം, എന്തു പാടില്ല എന്ന് തീരുമാനിക്കാൻ സ്വതന്ത്ര സ്ഥാപനം രൂപീകരിക്കണം. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായ സ്ഥാപനം വേണം. ഉത്തരവാദിത്തമുള്ള സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കണം. അങ്ങനെയുണ്ടായാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ, ബാക്ഷി എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. യൂട്യൂബിലെയും മറ്റുമുള്ള പരിഹാസ്യങ്ങളിൽ ഇരയാകുന്നത് ദശലക്ഷക്കണക്കിന് പേരാണ്. അപമാനിതരാകുന്നവർ എന്തു ചെയ്യും? സമൂഹ മര്യാദ പാലിക്കാത്ത ഉള്ളടക്കം പടച്ചുവിടുന്നവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അശ്ലീല ഉള്ളടക്കങ്ങളിൽ അധികൃതർ ഇടപെട്ട് വരുമ്പോഴേക്കും വൈറലായി കഴിഞ്ഞിട്ടുണ്ടാകും. പ്രായം പരിശോധിച്ച ശേഷം മാത്രം ഉള്ളടക്കം കാണാൻ കഴിയുന്ന സംവിധാനം വേണം. ഇതിനായി ആധാർ നമ്പർ ഉപയോഗിച്ച് പ്രായം വെരിഫൈ ചെയ്തുകൂടെയെന്ന് കോടതി കേന്ദ്രത്തോട് ആരാഞ്ഞു. വിവിധ മേഖലകളിലെ വിദഗ്ധർ, ജുഡീഷ്യറി, മാധ്യമരംഗത്തുള്ളവർ എന്നിവരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കാവുന്നതാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടക്കട്ടെ. അഭിപ്രായ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടായാൽ അപ്പോൾ അക്കാര്യം പരിഗണിക്കാം. അംഗപരിമിതരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിക്ക് നിയമം വേണമെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഒരാളുടെ അന്തസ്സിനെ തകർക്കുന്ന തരത്തിലല്ല തമാശ പറയേണ്ടത്. യൂട്യൂബർമാരുടെ പ്രവൃത്തിയെ വിമർശിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പുതിയ മാർഗരേഖ അന്തിമമാക്കി വരികയാണെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. ഇക്കാര്യം രേഖപ്പെടുത്തിയ കോടതി വിഷയം 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാൻ മാറ്റി. അംഗപരിമിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ക്യൂർ SMA ഇന്ത്യ ഫൗണ്ടേഷൻ സമർപ്പിച്ച ഹർജിയും പരിഗണിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.